കൂടായി എന്ത് കാത്തില്ല. ഫോട്ടോ ഒക്കെ പിടിച്ചാൽ അങ്ങനെ തയ്യാറായി. ഏത് പുഴ? ചാലക്കുടി പുഴ. പെരിയാറൊന്നുമില്ല, ചാലക്കുടി പുഴ. കല്ലുകളുള്ള രണ്ട് പുഴയാണ്, കല്ലാറും ചാലക്കുടി പുഴയും. പാറക്കെട്ടുകൾക്കിടയിലൂടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. മഴ പെയ്താൽ നമ്മൾ നനയത്തേ ഉള്ളൂ. ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. എൻജോയിങ് വെക്കേഷൻ. നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനം എടുത്തു നമുക്ക് അടുത്ത മുന്നിലേക്ക് നോക്കാം.
ഇന്ന് കാട്ടിൽ എന്തുവാ ശാന്തി എന്താ പറയുന്നത്? അയ്യോ എന്തൊരു അടിപൊളിയാണ്. നിനക്ക് അടിപൊളിയാണ്. ഓ നീ എന്റെ ഭാര്യ അല്ല, നീ ഭാര്യ അല്ല. അടിപൊളിയാ സത്യം, അമ്മ സത്യം. പക്ഷെ വേറൊരു കാര്യമാണ്, ഇവർ രണ്ടുപേരും കൂടെ ചേട്ടത്തി എനിക്ക് തോന്നുന്നു മാറിയില്ലേ. ശരിക്കും അമ്മ സത്യം. നിനക്ക് രണ്ട് മൂന്ന് ചുരിദാറാണല്ലേ. അല്ലാതെ പോസിറ്റീവാ. അടിപൊളി. ഞങ്ങളെ ഫോട്ടോ എടുത്ത് അടിപൊളി അടിപൊളിയാ. നീ ഇതുവരെ എന്താ ചെറുതാടുന്നില്ല. 10 ചുരിദാർ നീ നിനക്ക് ശമ്പളം കിട്ടുമ്പോ നീ എനിക്ക് തരും. വളരെ കേട്ടോ അടിപൊളി കിട്ടും. ഇച്ചിരി വയറും കൂടെ കുറച്ച് ഞാൻ അപ്പം ആറ്റി കുളിക്കാൻ പോയപ്പോ തോന്നിച്ചെന്തോ തോന്നിച്ചില്ലായിരുന്നു. ആറ്റി കുളിക്കാൻ പോകുമ്പോ തോന്നിച്ചെന്തോ തോന്നിച്ചില്ലായിരുന്നു. അല്ല സത്യം. Fruit with one.
പാട്ട് ഈ പിന്നെ തിരിച്ചറിയാൻ പറ്റുന്നൊക്കെയാണ്. ഏത് പാട്ടാ? വായത് പാടുമ്പോ തിരിച്ചറിയാൻ വയ്യാത്ത ഓടൽ സ്കൂളിൽ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നൊരു പൈങ്കിളി മലത്തെ പൈങ്കിളി മലത്തെ ഫ്ലൂട്ട് വായിക്കുന്ന പട്ടിയോട് ഞാൻ എന്തെന്നു അല്ല, ഇത് ഒരു sound ഉണ്ടാക്കാൻ പറ്റുമോ? ഒക്കാത്ത കാര്യം പറയരുത്. പൈങ്കിളി മലത്തെ പൈങ്കിളി മലത്തെ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്ന് പറന്നകന്നൊരു കൂട്ടുവായിക്കുന്ന പട്ടി കൂട്ടുവായിക്കുന്ന പട്ടി ഭയങ്കരം അതായത് കാര്യം. അല്ലേ, ശരി. ഇതുപോലെ ആരും വായിക്കത്തില്ല. ഇത് മുന്നിയാനെ കൊണ്ടേ വെക്കൂ. ഓ, അത് ഇക്കളി വീഴുന്നു. താഴെ വെക്കുക കുറച്ച്. ഇക്കളി ഇടുവോ? കണ്ടോ? അയലൊക്കെ തന്നെ ആൾക്കാർ താമസിക്കുന്നവരാണ്. ഓടി വരും ഇവിടെ. കൊക്കരക്കോ കൊക്കരക്കോ പാട്ട് നാളെ വായിക്കും. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. ഈ പാട്ട് വേണം അങ്ങനെയൊന്നും കാണിക്കാം. പാലോട് പോയപ്പോ പാടിയ പാട്ടാ. ആ. പാലോട് പ്രൊമോഷനായി പാലോട് പോയപ്പോ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. നീയൻ ജീവൻ ഒരു രോമാഞ്ചമായി നീയൻ കൺകൾ ഒരു പൂക്കാലമായി എൻ അനുരാഗമേ അഭിലാഷമേ അഭിലാഷമേ മലയാളത്തിൽ പോയി മഞ്ഞളിച്ച് പാട്ട് പാടി. പോടാ പോട്ടും പോടാ. പോണാൽ പോവട്ടുമേ. അവരൊറ്റ പാട്ടേ പാടിയുള്ളൂ. ഇത് പാടിയില്ല. പിന്നെ ഒരു പാട്ട് പഠിക്കാൻ പാടില്ല. കേട്ടൻ പാടണ്ട. കവിത പോയില്ല. ശാന്തി എന്തും പാടിയല്ലേ ശാന്തി എന്നാമതായിരിക്കും പാടുന്ന പാട്ട്. എന്ത് സുഖമാണീ നിലാവ്, എന്ത് സുഖമാണ് നിലാവ്, എന്ത് രസമാണ് കാറ്റ്, അരികിൽ നീ വരുമ്പോൾ ചൊറിയും എൻ ചന്തി. മുല്ലപ്പുഴന്ന് പിടി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാം. ഞാനൊരു പ്രസംഗിക്കാൻ പോകും. ആദ്യമായിട്ട് ചിക്കാഗോ പ്രശ്നം. ബഹുമാനപ്പെട്ട സ്നേഹിതരെ, സദസ്യരെ, സ്നേഹിതരല്ല ഭാര്യയും വന്നു ഈ സ്നേഹിതരാണ്. ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ആധ്യാത്മികമായ ഒരു കാര്യത്തെ പറ്റി അല്ല എന്ന് നിങ്ങൾ ധരിക്കും. പക്ഷേ ആണ്. ഗീത എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ത്രീയാണോ? അല്ല. ഒരു പെണ്ണാണോ? അല്ല. അവളൊരു വനിതയാണ്. ഗീതാ പാരായണം വെച്ചാൽ ഗീതയെ പാരായണം നടത്തുന്ന ആൾ. ഗീതാ പാരായണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. ചോദ്യോത്തരവുണ്ടോ? ഇല്ല. ചോദ്യോത്തരം
നിങ്ങൾ വിചാരിക്കും ഗീതാപാരായണം, ആര് വിചാരിക്കും? ഭഗവത്ഗീത എന്ന് വെച്ചാൽ ഭഗവാൻ ഗീതയെ കല്യാണം കഴിച്ച ആ ദിവസം ആണ് ഭഗവത് ഗീത എന്നാണ്. നിങ്ങൾ വിചാരിക്കും ആര് വിചാരിക്കും? ഞങ്ങള് നിങ്ങൾ വിചാരിക്കും ഗീത എന്നാൽ വിചാരിക്കുന്നില്ല. മാന്യതേ, ഞാൻ ഒന്ന് പറയട്ടെ. ഗീത എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയല്ല, ഒരു പെൺകുട്ടിയല്ല, ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ്. സ്ത്രീ വിമോചനം, അവിടെ ഒരു ഫെമിനിസ്റ്റ് ആണ്. കാര്യം വെച്ചാൽ ഗീതയുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. ഗീതാലക്ഷ്മി ഗീതാലക്ഷ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ സഹൃദയം പറയുകയാണ്, എനിക്ക് വളരെ വിഷമമുണ്ട് ഗീതയെ പറ്റി പറയുമ്പോൾ. ഗീത ഒരിക്കൽ എന്നോട് ഒന്ന് പറഞ്ഞു, ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യ വളരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്ത് പറഞ്ഞു? ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യ വർഗേ എന്ന് പറഞ്ഞുകൊണ്ട് ചെവുക്കുറ്റി അടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ചെവുക്കുറ്റി അടിക്കണമെന്ന് പറഞ്ഞു. അടിച്ചു ഗീത. എന്നെ പെണ്ണൻപിള്ള ഗീതയെ പറ്റി വളരെ ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്ക് നട്ടലുണ്ടോ ഇല്ലയോ നട്ടലുണ്ടോ? ആ ഗീതയിൽ ഈ ഗീത പറയുന്നത് വെറും ജയകുമാറാവണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ KJ മനു എന്ന് പറഞ്ഞാൽ അവതാരം തന്നെയാണ്. പക്ഷേ ഇതേപറ്റി അവതാരത്തിന്റെ ഉദ്ദേശം കൂടെ വെളിപ്പെടുത്തുകയാണ്. ശങ്കരാചാര്യനെ പറ്റി നിങ്ങൾ അറിയുമോ? അറിയത്തില്ല. ശങ്കരാചാര്യൻ എന്ന് വെച്ചാൽ 1943 ജനിച്ചു, 52 മരിച്ചു. ഒരു രാഷ്ട്രീയക്കാരായിരുന്നു. കേരളത്തിലെ ശേഖരനാരുടെ കൂട്ടുകാരനായിരുന്നു. സമാജ്വാദി പാർട്ടിക്കാരൻ. പുള്ളി BJP-ക്കാരായിരുന്നു. ഫ്ലൂട്ട് വായിക്കത്തില്ല. ഫ്ലൂട്ട് വായിക്കും എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പിന്നെ പുള്ളി മുഗാബിയെ പോയി തൊഴുതു. ഭദ്രാളി പറഞ്ഞു, എന്താന്ന് പറയാമോ, നീ അവിടെ നിൽക്കടാ പട്ടിക. അവിടെ പുള്ളി എന്താ, ഞാൻ എൻ്റെ ആക്ഷൻ കണ്ടു. പുള്ളി അവിടെ ഇങ്ങനെ പത്മാസനത്തിൽ നിന്നു. ഇരിക്കാൻ പറ്റത്തില്ല, സങ്കല്പിക്കുക, എല്ലാം സങ്കല്പമാണ്. ഈ അയാള് ഈ ഇന്ത്യ മുഴുവൻ ഒട്ടാകെ പര്യടനം നടത്തുന്നു. ഇന്ത്യ മാത്രമല്ല കേരളത്തിലും പോലും. കേരളം ഒട്ടാകെ, കേരളം വരെ അയാൾ പര്യടനം നടത്തുന്നു. ആലുവായും പോയി, ആലുവ വരെ പോയിട്ട് ഇന്ത്യക്കും കേരളത്തിലും ഉപരിയായി. ഈ മഹാൻ പറഞ്ഞത് സത്യം. അദ്ദേഹം പറഞ്ഞത് സത്യം. അദ്ദേഹം പലയിടത്തും പോയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുക, ഇത്ര ഔന്നിത്യമുള്ള ഒരു മഹാനുഭാവനെ ഞാൻ കണ്ടില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ പുള്ളിയാണെന്നാണ് പറയുന്നത്. അല്ലേ? താങ്കൾ പറയും. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യ വർഗീയ എന്ന് പറഞ്ഞ ആരാന്ന് പറയാം? അംബേദ്കർ. രവീന്ദ്രനാഥ്. മദ്യം വിദ്വാനഭൂഷണം എന്ന് പറഞ്ഞത് ആരാണ്? വില്യം ഷേക്സ്പിയർ. രാത്രി കാലങ്ങളിൽ ചിലർ മദ്യപിച്ചിട്ട് പലരും വിളിക്കാറുണ്ട്. അവിടെയൊക്കെ നമുക്ക് അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ഐ ആം ദ ഫോളോവർ ഓഫ് പ്ലൂട്ടോ, അല്ലെ സോക്രട്ടീസ്, അല്ലെ വില്യം ഷേക്സ്പിയർ. ഇത് ആയിക്കോട്ടെ. അത് ഒരാളുടെ കാര്യം. ഈ ഫ്ലൂട്ട് വായിക്കുന്ന സഹോദരിയോട് ഞാനൊന്ന് പറയാൻ പോകുന്നു. നിങ്ങളുടെ ഭർത്താവ്, ഹലോ സ്ത്രീയെ, മനുഷ്യ സ്ത്രീയെ, അവരും ഫ്ലൂട്ടിന് അടിമയായി കഴിഞ്ഞിരിക്കും. ഞങ്ങളുടെ പുല്ലാങ്കുഴല്ല, ഫ്ലൂട്ട്. പറയണം ഇംഗ്ലീഷ് പറയണം, മലയാളം പറയണം. ഫ്ലൂട്ട് വിദഗ്ധയെ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണോ താങ്കൾ? താങ്കൾ വളരെ ഞങ്ങളെ അങ്ങനെ പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിനെ ഫ്ലൂട്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഫ്ലൂട്ട് വിദ്വാൻ. കേട്ടോ, ഊതുന്ന ആള്. ഇദ്ദേഹം അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ കണ്ട കാഴ്ച മറക്കാനാവാത്തതാണ്. ഗോപികമാരുടെ ഇടയിൽ ഫ്ലൂട്ടുമായി നിൽക്കുന്ന കള്ളകൃഷ്ണ.
അദ്ദേഹത്തോട് ചോദിക്കാം എന്റെ പ്രസംഗം നല്ല പ്രസംഗം. പ്രസംഗത്തിനെ പരിപോഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ വായിക്കുന്നേ സ്വന്തമായിട്ട് കയ്യോ മേടിക്കുക അല്ല ഈ എന്റെ പ്രസംഗം ഈ പ്രസംഗത്തെക്കാൾ നല്ല പാട്ടാ ഒരു പാട്ട് പാടാം നമുക്ക് അന്താക്ഷരി കളിക്കാം. ചെഞ്ചാനാണ് ചെഞ്ചാനാണ്. ഇതൊക്കെ ഭയങ്കര ഇതല്ലേ? നീ ഒരു വാചകം കേട്ടോ ഞാൻ രാഗപുസ്തകം അറിയാം. രാഗപുസ്തകം രാഗിന് പാട്ടിന്റെ ഇനി ഒന്നും ശരി ഇനി വല്ലതും ഉണ്ടോ എന്താണ് പിന്നെ കളിപ്പിക്കുക ഇത്രയും പേരുണ്ടായിട്ട് നീ എന്താടാ പിന്നെ ഇതാ ചെമ്മക്കുടിയാണ് അത് അവിടെ ചെമ്മനോട് ശശിയാണ് സമാധാനമായിട്ട് പോയി കിടന്നു. അപ്പൊ നല്ല പാട്ട് കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഞാനൊരു സംഗീത ആസ്വാദകൻ. നമുക്ക് അന്താക്ഷരി കളിക്കാം. ഇന്ത്യയില് ഇവിടെ ഇറക്കി വിടണം അന്നേരം. ഞാൻ പറയുന്നത് സമ്മതിക്കണം. ഞാൻ എടുത്തോളാം. അന്താക്ഷരി കളിക്കാം. ഹലോ അണ്ണ 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 അത്രയും ഇത് വരരുത്. ഗാനം പാടുക. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പാട്ട്. ഞങ്ങള് പിന്നെ ആതിരപ്പള്ളി അത് എപ്പോഴും നമ്മൾ അതുപോലെ അല്ലേ എടുക്കുന്നത്. ഇത് വ്യത്യാസം ദേവാലയം കൊടുക്കാം. സാറേ നമസ്കാരം ഞാൻ ഒരു വീടെടുത്ത് ഹോം സ്റ്റേ ആറ്റിലൊക്കെ പോയി കുറെ നേരം കിടന്ന് അതിന് സന്തോഷം അപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് ചിത്രയുടെയോ ജാനകിയുടെ പറഞ്ഞാണ്. ചിത്രയോ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ പാട്ട് പാടുന്നത്. അവർക്ക് ഏത് വേണേലും പാടാന്നില്ല. അങ്ങനെയല്ല, ആണുങ്ങൾ പാടിയ പാട്ടുകൾ പാടണം. ഒന്ന് ഞാൻ രണ്ട് പാട്ടിനെ കുറിച്ച് പറഞ്ഞു. പുള്ളി രണ്ടും ഇനി ആരെ കുറിച്ചാണ് വേണ്ടി? നിങ്ങൾ ഈ പിന്നെ യേശുദാസിനെ പറ്റി പറയുന്നത് അയാൾ പറയാൻ പറ്റും. ജയചന്ദ്രൻ അയാൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടില് കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. എന്നാ നമ്മുടെ ഇയാളുടെ നമ്മുടെ ബ്രഹ്മാനന്ദം പാടിയെ ആ പാട്ട് ഏതെന്നറിയാമോ? അതിനായിട്ട് എനിക്ക് വിഷമോ, എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ദുഃഖമാണ്. ബ്രഹ്മാനന്ദ മാർക്കോസ് ഒന്നും പറ്റില്ല. വേറെ വല്ലതും പറഞ്ഞു. വേറെ ഞാൻ പാടിയൊരു പാട്ടൊക്കെ പാടാമോ? നിങ്ങളെ പാടിയ പാട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾ പാടിയ പാട്ടുണ്ട്. കാക്കേ കാക്കേ കൂടെ വിടെ കോട്ടിലെ അത് ഞാൻ പാടിയതാ. ദേശീയ പാട്ട് വായിച്ച പാട്ടാ. അത് കേട്ടില്ലേ? ദേശീയ പാട്ട് ഏറ്റവും നല്ല 1956 അല്ല 1956 ഏറ്റവും നല്ല ഗായകൻ എന്ന അവാർഡ് വായിച്ച ഞാൻ. കാക്ക കൂടെ ഇവിടെ കൂട്ടിലൊരു കുഞ്ഞുണ്ടോ? എങ്ങനാ അടിക്കാനാണോ? വലസില്ല വലസ് വാക്ക് മാറി അടിക്കാനാണോ? അടിക്കാനാണോ? പ്ലീസ്. ശശി അല്ലല്ല, എല്ലാരും ഹാസ്യതായ ശശി. ശശിമാരെ കൊണ്ട് ഒരിക്കലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ ശശി എന്ന് പറഞ്ഞു പി 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 ശശിയാണോ? ശശിമാരെ കൊണ്ട് ഒരു രക്ഷയില്ല. ശശിയുടെ പേര് മാറ്റി സോമൻ പെണ്ണാണോ? പേര് മാറ്റം എന്താ വേണം? ശശിയാണോ? അത് നമുക്ക് അവിടെ ഗസറ്റിലൊക്കെ പ്രസിദ്ധീകരിക്കട്ടെ. അല്ല
ഗസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മഹാഭാരതത്തിൽ ഇറക്കിയതാണ് ഗസറ്റ്. ഇപ്പൊ എന്നെ മാറ്റി നിർത്തി എന്തിനാ പറഞ്ഞാട്ടെ? ഈ ശശി എന്നുള്ള പേരെന്താ? ആരട്ടെ? ശശി എന്ന് പറഞ്ഞാൽ ആരാന്ന്? ശശി അർത്ഥം ഉണ്ടോ? ശശികല. ശശി എന്ന് പറഞ്ഞാൽ ആരാ? ശശി അർത്ഥം ഉണ്ടോ? ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ശശിയോ? ആ ശശി നമ്മളെ കോമൺ ശിവന്റെ ചന്ദ്രനെ ഇപ്പൊ ഏ? ചാടി. എല്ലാവരുടെ ചന്ദ്രനല്ലയോ? ആ കരുണാമനായിരുന്നു എല്ലാ കാലത്തും. ഞാൻ ഇരിക്കാൻ പോവാ. അനുവാദമല്ല ഇരുന്നു. അർത്ഥം മനസ്സിലായാലും പിന്നെ നമ്മളാണ് വിളിക്കുന്നത്. അത് ശരി. പോയേക്കണം. അതുകൊണ്ട് ഈ പാട്ടൊന്ന് പഠിക്കണം. ഏത് പാട്ടാ? മര്യാദക്കുള്ള പാട്ട് പാടും. ഇത് മതി. ഈ നമ്മുടെ ഞാൻ ബ്രഹ്മാനന്ദന്റെ പാട്ടിനെ കുറിച്ചാണ്. നിങ്ങള് യേശുദാസിന്റെ വേണ്ട, ശശി ജയചന്ദ്രന്റെ വേണ്ട. നിങ്ങൾക്ക് അറിയത്തില്ല ഈശ്വാസം കൊടുക്കാൻ ബ്രഹ്മാനന്ദനെ വേണോ? ഏകാന്തപതികൻ ഞാൻ ഏതാ? ഏകാന്തപതികൻ. ഏതു അതാ ഒരു നീട്ടൊക്കെ ഇല്ല. എനിക്ക് നീട്ടാൻ പറയാതെ തെറ്റുവല്ലോ ഞാൻ പറഞ്ഞു. ഇതാരാ പാടി? മാനസമയം നീ വരൂ. മാനസമയനെ ഞാൻ എനിക്ക് ഞാനായിരിക്കും ഞാൻ മറന്നു. ഒരുപാട് പാട്ട് പാടിയായിരുന്നു. ആരാ പാടിയ? ഇത് പറ- അത് ശരി, ആൻഡോ ആയിരിക്കില്ലേ? അത് പോട്ടെ. ഇത് പാടിയാ മതി. ഇല്ല ഇല്ല, എനിക്ക് പാടാൻ അറിയത്തില്ല. ഞാൻ ഒരു പാട്ട് ആസ്വാദകനാണ്. ഞാൻ ഒരുപാട് പാട്ട്, എൻ്റെ ഒരു 10,000-4000 പാട്ടിരുന്നുണ്ട്. പഴയ മന്നാടി പാട്ട്. പാടിയെന്നോ? ഏ? മന്നാടി പാടിയില്ലയോ? മന്നാടിയോ? മരിച്ചുപോയ ആന്ന് തോന്നുന്നു. അതൊരു മലയാളിയല്ല. മലയാളിയല്ല പാടിയത്. മന്നാടയാണ്. ആ. മന്നാടയാണ്. ആണോ? ഈ മരിച്ചപ്പോ നീ കഴിഞ്ഞാൽ തമിഴരുടെ പാട്ടൊക്കെ പാടിയാ മതി. എന്താ പാട്ടാ അത് കേട്ടോ? അത് പാടി. കുയിൽനാഥൻ പോലുള്ള. ഇതെന്താ അതിന്റെ ഇത്? വരികളെ അതിന്റെ വരികളൊന്നും നമ്മൾ ആഴമായിട്ട് ചിന്തിച്ച് ഇച്ചിരി ഡീപ്പായിട്ട് ചിന്തിച്ചു. അതായത് കടലിലെ ഓളവും മനസ്സിന്റെ ആഗ്രഹവും ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ എത്ര പ്രായമായി, നമ്മൾ മരണത്തോട് അടുത്തിരിക്കുന്ന കിടക്കിൽ 85-90 വയസ്സുള്ള ഒരു മനുഷ്യനാ. ആ മനസ്സ് ആ പാട്ടാണ്. അത് ഞാൻ ഇന്റർപ്രട്ടേഷൻ ഞാൻ കൊണ്ടുപോകാം. നിങ്ങൾ പാടാൻ അത് പാടാൻ കഴിവുള്ള ആരും നമുക്ക് അന്താക്ഷരി കളിക്കാം. അപ്പൊ പാട്ട് ചന്ദ്രകാന്തം കൊണ്ടു നാടി ഇത് പാട്ട് പാടാം. അതേതാ കവിതയാണ്? എല്ലാവർക്കും ചന്ദ്രകാന്തം കൊണ്ട് നാടുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നോല ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും മാമ്പൽക്കുടം ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്. മരണപരമായി നമ്മൾ ഈ വരികളിലൂടെ പോകരുത്. ആ വരികളിലുള്ള അർത്ഥത്തിലൂടെ പോകുമ്പോഴേ ഞാൻ പറഞ്ഞു തരാണ്. പ്രാവർത്തിയാണ്. പല സംവിധായകരും കലാകാരന്മാരെ കൊണ്ട് അഭിനയിപ്പിക്കും. പക്ഷെ അവർക്ക് കഴിയത്തില്ലല്ലോ. പല ഈണം പകരുന്ന പലരുണ്ട്. അവര് ഒരു പാട്ടിലും ആ ഈണത്തിൽ പാടുമോ? പാടത്തില്ല. അതൊരു കഴിവ് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യമ്മനെ അങ്ങ് മാറ്റും. അത്രയും ആഴത്തിലൊന്നും പിടിക്കണ്ട. ഇതിന് ആസ്വാദകരുടെ കഴിവ് അത് വേറൊരാളിലേക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ അത് അതിന്റെ ഒരു മൂലധനം ഉണ്ടാവും. മൂലധനത്തിനകത്ത് രാത്രിയായിട്ട് അതിന്റെ കാര്യങ്ങൾ പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞേ, ഇപ്പൊ എനിക്കൊരു പാട്ട് ശശി തന്നെയോ? ശശി കൊച്ചി രാജാവിന്റെ കൊച്ചുമോനാ. കൂടെ ചോദിക്കുമല്ലോ. ശശി 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 അല്ല, ഇനി അന്താക്ഷരി കളിക്കാം. അപ്പൊ പാട്ട് അന്തരാഷ്ട്രീയമാണ്. തന്നെ വരും പാട്ട്. അല്ല. ചേട്ടനൊന്നും പാടും. അപ്പൊ ഞാൻ പാടും. ഞാൻ പാടിയില്ല. ഒരു പുഷ്പം മാത്രമേ പൂങ്കൊലയിൽ നിർത്താൻ രാജഹംസമേ എല്ലാവർക്കും പാവം. പക്ഷേ ഈ എന്താ പറയുന്ന അതിന്റെ ആ ഈണം വരുന്നില്ല. അതേ ഉള്ളൂ കുഴപ്പം. നമുക്കെല്ലാം നമുക്ക് കഴിവുണ്ട്. പക്ഷെ നമ്മുടെ കഴിവൊന്നും ആ ഒരു എനിക്ക് ഭയങ്കര കഴിവാണ്. ഒരു കാര്യമൊന്നും ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ കൂടുതലും
പാട്ട് നമ്മൾ പാടാം. ഇതുവരെ ഒരു വിഷയത്തിൽ പാട്ട് പാടാൻ പാട്ട് പാടാം. ഏതെങ്കിലും ഒരു പാട്ട് പാടാം. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പോഴും പറയാം, അടിവര ഇടുന്നു. ഞാൻ നല്ലൊരു ആസ്വാദകനാണ്. എന്നാ ഉണ്ടായി ആ. പാട്ട് പാടുന്ന പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാം. അല്ലെങ്കിൽ കൂടുതൽ അതുപോലെ. അല്ല, ഈ ആറാം തപ്പരവൻ അത് മോഹൻലാൽ പറഞ്ഞ പോലെ. നീ പാട്ട് പാടാം പാട്ട് പാടാം. പാട്ട് പാടാം. പാട്ട് പാടാം. പാട്ട് പാടാം. ശാന്തി പാട്ട് പാടാം. ഇത് അന്നത്തെ പോണം എന്റെ പോണം ചേട്ടനാണ് പാടപ്പം ഞാൻ എടുത്ത് വെച്ച് വിളിക്കാൻ അയാൾ നല്ലപോലെ പാടും. പറ്റില്ലാത്ത കേട്ടോ, എന്നിട്ട് അയാൾ നല്ലപോലെ പാടും. ആ ചേട്ടാ പാടും ശശിയേട്ടനൊരു പാട്ടാൻ പാടാം ഇല്ല, അയാൾ നല്ലപോലെ മുമ്പേ പാടി, അതുപോലെ തന്നെ പാടി. ഇത് ചുമ്മാ തെറ്റിയാലും കുഴപ്പമില്ല, പാടുന്നേ. ടെമ്പോ ഓട്ടോറിക്ഷ ഒക്കെ തെറ്റിയാലും ആരും അറിയത്തില്ല. ടെമ്പോ എന്ത് നാളോ ഭാവം ഒന്നും അറിയത്തില്ല. അപ്പൊ എല്ലാം പോട്ടെ, വിട്. എന്നാ വന്നാ പാടാം ഏതെങ്കിലും പാട്ട് പാടും. ഞാൻ പറഞ്ഞാലേ പാടത്തുള്ളൂ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരു പാട്ടുണ്ട്. കേട്ട പാട്ട്. ഞാൻ ആത്മഹത്യ ഇന്നിപ്പോ ഈ പോവാ. ശരി. അത് അയ്യോ നല്ല അവാർഡിന്റെ അപ്പൊ നീലാവത്തിന് ആ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ അളമ്പ ഉള്ളുണ്ടാവും. ഈ നമ്പറില്ലേ? ആ നമ്പറിൽ വിളിച്ചാൽ മുകളിലുള്ളവർ എപ്പോ വിളിക്കുന്നു അങ്ങനെ നമ്മൾ റെഡിയായിട്ട് നിൽക്കുക. താഴെ ഇരുന്ന് മേളിൽ നിന്ന് വിളിക്കാറില്ല. ശരി. അല്ല അടച്ചോ. കേട്ടോ? കേട്ടോ പറഞ്ഞേ ശശിയണ്ണ. നമ്മുടെ വീട്ടിലിരിക്കും അത് അടയ്ക്ക് വന്നു. താഴെ ആരും വിളിക്കാറില്ല. ആ ശരി. അതാ ആ അങ്ങനെ അവിടെ ഉണ്ട് താമസം. ശശിയേട്ടൻ പറഞ്ഞ കേട്ടോ ഇവിടെ രണ്ടുപേരും സാധാരണ രീതിയില് മേളിൽ ഞാൻ വിളിക്കാറില്ല, താഴേന്ന് വിളിക്കാറില്ല. അയാളത് പറഞ്ഞത് ശരിയല്ല. നമ്മളെപ്പോഴും മേളിൽ നിന്നാ വിളി വരുന്നത്. നമ്മൾ താഴെ നിന്ന് വിളിക്കും. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് വേണ്ട ആരും ചോദിക്കും. ഞാൻ ഇന്നോവയാണ്. എന്നെ വേണം തല്ലിക്കോ അത് എന്റെ 40 വർഷത്തെ 78 മുതലുള്ള അധ്വാനം. അങ്ങനെ 79 ചുമ്മാ പറഞ്ഞാൽ മുതൽ ഡേറ്റും തീയതിയും പറയാം. 1978 നവംബർ 26. ഇപ്പൊ കറക്റ്റായി. അല്ല, ഇപ്പൊ 78 നവംബർ 26. അന്നാ ജനിച്ചേ. അന്നല്ല അന്നാണ് മോട്ടോർ ലോകത്തിലോട്ട് ഇറങ്ങിയത്. ആ ഇറങ്ങി 2007 ഡിസംബർ 31 വരെ എന്റെ ഉറക്കവും കഷ്ടപ്പാടും ദുരിതവും ശമ്പവും നിങ്ങളെ കണ്ട ഒരു അഹങ്കാരിയായിട്ട്. ആയിക്കോട്ടെ. അയ്യോ, അത് എന്റെ സ്വഭാവം കൊണ്ടായിരിക്കും. അതറിയത്തില്ല. ആർക്ക് എന്നെ അടുക്കുമ്പോഴേ അറിയത്തുള്ളൂ ഞാൻ അഹങ്കാരിയാണോ അല്ലാത്ത അഹങ്കാരിയാണോ എനിക്കറിയത്തില്ല. പക്ഷേ ഇദ്ദേഹത്തെ നമുക്ക് ഇന്ന് രാത്രി ഇടിക്കാം. എനിക്കാണെങ്കിൽ കള്ളു പിടിച്ചിരിക്കല്ല. അത് ഇടിക്കണം. അങ്ങനെയുണ്ടോ? അയ്യോ കേട്ടോ. അത് എന്നെക്കാൾ ദുർബലനാണ്. ഞാൻ എന്റെ ഭാര്യയെ വിളിച്ച് ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഇനി വല്ല കാര്യങ്ങളുണ്ടോ, കൊച്ചിന്റെ കാര്യമുണ്ടോ, നിനക്ക് വല്ലതും ഇത് കാര്യങ്ങൾ ഇനിയുള്ള കാര്യം അവർക്ക് അതിനുള്ള അവസരം നിങ്ങളായിരുന്നു. അതല്ല, ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ ഇല്ലല്ലോ. പിന്നെ അയാൾക്ക് തന്നെത്താൻ വാക്കുകാരും ഈശ്വരഗീതം ആണോ? അപ്പൊ അയാൾ വിളിക്കും നമ്മളെ. വിളിക്കണ്ടേന്ന് പറയാനുള്ളത് നമ്മള് വിളിക്കണം. അയാൾ പറഞ്ഞു പോയി. അയാളാ നമ്മളെ വിളിക്കേണ്ടത്. മേളിയിൽ നിന്നും വിളിക്കുക അതല്ലോ. അങ്ങനെ അല്ലേ പ്രമാണം. ഇയാള് പറയാ താഴേക്ക് വിളിച്ചാൽ മതി, ഞാൻ മേളിലുണ്ടെന്ന്. ഇടി കൊള്ളാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കാൻ. എന്തെങ്കിലും എന്റെ വാക്കിൽ നിന്നോ കേട്ടണം, വാക്കിൽ നിന്നോ പ്രവർത്തിയിൽ നിന്നോ ഞാനൊന്ന് പറയട്ടെ. തീർത്ത് സാറേ, ഇത് കേട്ട് സാറേ, ഇത് കേട്ട് ഞാൻ പറയട്ടെ. അല്ലല്ല, ഒരാളെ ഇടിക്കാനൊരു കാരണം വേണ്ടേ? ഒരു കാരണവശാൽ ഇടി കൊള്ളാൻ സാധ്യത എനിക്ക് കുറവാണ്. കാരണം എന്റെ വാക്കിൽ നിന്നും പ്രവർത്തിയിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പേടിയുണ്ട്. എന്തോ എനിക്കൊരു ഭയമില്ല. നാല് പേര് തിന്നാലേ പറ്റൂ. ഭയം ഭാവി പറഞ്ഞില്ലേ ഇവിടെ 4 പേരെ തിന്നണമെന്ന്. എവിടെ? കൂട് കഴിഞ്ഞ 4 പേരെ തിന്നണമെന്ന്. ഇപ്പൊ ഇത് 3 പേരേ ഉള്ളൂ. ഒരു സ്വാമി 4 പേരെ തിന്നണം. 4 പേര് താങ്ങണം. 4 പേര് ചുമക്കണമെന്ന്. ചുമക്കണം. അതൊക്കെയാണ് പഴയ കഥകൾ. അത് ആരുടെ കഥയാ?
ആരുടെ കഥയാ? ആരാണ് സുറാന്തിന്റെ? ആ. നൂറ് കൂട്ടാൻ വേണ്ടത് ആ. അത് ചരിത്രമാണ്. അതൊന്നും പോകാൻ ഒരുപാട് താമസം വരും. നാരായണ പുരാണത്തിന്റെ കഥയാണ്. അതറിയോ? നാരായണ പുരാണത്തിന്റെ കഥയാണ്. നാരായണ അല്ല, വേറെ പുരാണത്തിലുള്ള കഥയാണ്. പുരാണ കഥയല്ല. എവിടെയെന്നറിയോ? മറ്റേ നേരത്തെ പുള്ളിയുടെ പേര് വലിയ ശശി ഗുരുവാസാവ് ഗുരുവാസാവിന്റെ അടുത്തായിരുന്നു. പിന്നെ അവരുടെ നാരായണ പുരാണത്തിന്റെ കഥയെന്ന് പറയുന്നത് ശശിമാർക്ക് ചരിത്രവുമുണ്ട്. അല്ല ശശി ആ കാലഘട്ടത്തിന്റെ ചുമ്മാ ഈ കിണറാണ് ശശികുമാർക്ക് അഭിമാനിക്ക് എന്തറിയോ? ശശി തരൂർ വന്ന് ശശിമാർക്കെല്ലാം ഭയങ്കര അഹങ്കാരമാണ്. അതുപോലെ ശശി 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 അതൊരു കുഞ്ഞ വാക്കാണ്, ഒരു പേരാണ്. ഞാൻ ഞങ്ങളുടെ അമ്മ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പേരൊന്നും കിട്ടിയില്ല തന്നെ. ഈ ശശിന് അല്ല വീരപാണ്ഡ്യ കട്ടപ്പൊമ്പൻ നോക്കാം, വലിയ വലിയ കേട്ട ഒരു ഭീകരത കണ്ടായിരുന്നു. അല്ല ദൃഷ്ടിക്കുണ്ടല്ലോ ദൃഷ്ടിക്കുണ്ട്. അപ്പൊ അവര് പറയുമ്പോ ഞാൻ എന്നെ പള്ളിക്കൂടത്തിൽ വിട്ടപ്പോ ഞാൻ പഠിക്കാൻ പോയില്ലല്ലോ. എടാ നിന്നോടായാലും പേരെഴുതാൻ പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? അപ്പൊ നീ പള്ളിക്കൂടത്തിൽ പോകത്തില്ലെന്ന് തലയ്ക്ക് നേരത്തെ മനസ്സിലായി. ആ അപ്പൊ എളുപ്പം നിനക്ക് എഴുതാനാ പഠിക്കാൻ ഭയങ്കര പിടിക്കാണ്. അവരുണ്ട്. എനിക്ക് 10 വർഷം വേറെ ആരുണ്ട്? 10 വർഷം എന്റെ വിദ്യാഭ്യാസം ആ എഴുതാൻ അറിയാവുന്ന ഒറ്റ കാര്യം എന്റെ പേര് അച്ഛനെ മറന്നുപോയി അത്. റാങ്ക് ഞാൻ പേപ്പറില എനിക്ക് എപ്പോഴും പേപ്പറില എന്നെ പറ്റി എപ്പോഴും പേപ്പർ വാങ്ങിയിട്ടില്ല നമ്മളെ പറ്റി വരുന്നത്. ഒരു പേപ്പർ എന്റെ ആംഗിൾ പല ആംഗിളൊക്കെ പേപ്പർ വലിയ അടുത്ത ബന്ധമോ ഇങ്ങനെയുള്ള ഫോട്ടോ ഭയങ്കര ഫോട്ടോ എന്തോ ആംഗിൾ എന്ത് സുന്ദരമായ ഫോട്ടോ അങ്ങനത്തെ ഉള്ള ഫോട്ടോ അല്ല, വേറെ ഫോട്ടോ നല്ല അല്ല വേറെ എനിക്ക് അതൊക്കെ ഒരു അഹങ്കാരം എന്തോ ആൾക്കാരില്ല സത്യോ. ഞാൻ നിന്റെ ഭർത്താവ് ഇത്രയും കേട്ടോ ഇങ്ങനെ മയക്കും പിടിച്ചോണ്ടിരിക്കുന്നത് നല്ല കാര്യം. അതാണ് ഞാൻ ചോദിക്കുക അതൊക്കെ KJ എന്ന് പറഞ്ഞാൽ അപ്പം പറയില്ല ജയമാരൻ ഏത് ജയമാരൻ മറ്റേ പ്രോസിക്യൂട്ടർ ജയമാരോ മറ്റേതാണോ മറ്റേ അവിടുത്തെ ആ ജയമാരൻ അവനെ പ്രാക്ടീസ് തീർച്ചയായും തോന്നുന്നു ആ പ്രാക്ടീസ് അവൻ കേസൊന്നും അവനൊരു പൊട്ടം ബാക്കിയിലാണ് കേസൊന്നുമില്ല ചുമ്മാ എനിക്കറിയാമല്ലോ കേസുണ്ടോ. പാലിന്റെ ഒരു കാരറ്റ് 40 അത് പറഞ്ഞോണ്ട് അയാളുടെ ഭാഗത്ത് ഒരു തെറ്റായ വാക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത് അത് തിരുത്ത്. എന്നാ ഞാൻ തിരുത്തി അവന് കേസില്ല കേസുണ്ട്. ഒന്നോ ആ ഒരു കേസുള്ള എന്റെ ഒരു കേസ് ശരിക്കും അങ്ങോട്ട് ആഘോഷിച്ചു. അച്ഛൻ ജയിലിൽ കിടന്ന ദിവസം അല്ല ഒരു കേസ് എന്റെ ഒരു കക്ഷിയായിരുന്നു ഒരു തീർപ്പായാലും ഒരു മറുപടിയും കിട്ടിയില്ല. എന്റെ ഒരു കക്ഷിയായിരുന്നു പറയുന്നത്. ഒറ്റ കേസ് കൊണ്ടുപോടാ നീ എന്റെ തലക്ക് സത്യം തലയാണ് സുന്ദരമായ തല സുന്ദരമായ തല ഇതാണോ തലയാണ് തൊലിയില്ല. കൂടുതൽ അല്ലാത്ത കാര്യത്തിൽ ഹെൽപ്പ് അല്ലാത്ത കാര്യത്തിലല്ലേ കൂടുതൽ താല്പര്യം. ആർക്ക് പൊതുപ്രവർത്തനം കേസൊന്നും പൈസ ഈ പൈസ കേസും സത്യം പറയാം ഞാൻ ബൈക്ക് കണ്ട വിറയ്ക്കുന്ന ആളാ. കേസില്ല ഫീസില്ല ഇതിനാണ് സത്യം പറഞ്ഞ ഭയങ്കര ബാലൻസ് ലോൺ എടുത്തൊക്കെയാ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇത് നാളത്തെ കാര്യം കൂടെ റെഡിയായി. സന്ദീപ് നീ ഒരു കാര്യം നീ എന്റെ ഓഫീസിൽ വരിക പലപ്പോഴും ഞാൻ അപേക്ഷ നല്ല പൈസ തരാം. ശരി നാളെ തൊട്ട്. നാളെ വെക്കണം പോലെ സുമയും കൂടെ വിട്ടേ രണ്ടുപേരും ചെന്ന്. സുഖം അയ്യോ കഷ്ടം അയ്യോ സത്യം നീ പറയാൻ പറ്റില്ല എന്തറിയോ എങ്ങനെയാ കൊച്ചൊക്കെ ജീവിക്കും വീട് പണിയോ? ഇങ്ങനെ ഒരു ആരും ചതിക്കരുത് വഞ്ചിക്കരുത് വഞ്ചനയാണ് എന്റെ ജീവിതത്തിന്റെ ഉത്തമ ഉദ്ദേശം ഇല്ലേ ഉത്തമ ഉദ്ദേശം നീ പാട്ട് പാടുന്നില്ലേ? പാട്ട് പാടും.
എന്റെ പെണ്ണുമ്പോഴേക്ക് ഒന്നും കേൾക്കാനില്ല ത്രാണിയില്ലാതെ ഞാൻ പാട്ട് പാട്ടെ ഗോവിന്ദ ക്യാമറ എങ്ങോട്ട് ഞാൻ ഈ പുസ്തകം പോയോ ഞാൻ എന്തും കേൾക്കും. ഗോവിന്ദ ഞാൻ ഏത് പാട്ടാ ശാന്തി പറ്റി ഹിന്ദി പാട്ട് ഏത് പാട്ട് हम तुम ये चुपकरम कमरे में बैठो एक बार അല്ല, അതിന് വേറെ കാര്യമുണ്ട്. ഒരുപാട് പേരുണ്ട് ഞങ്ങൾ. അവര് രണ്ടുമൊന്നും ഉദ്ദേശിച്ചേ. ആണോ? ആ. അപ്പൊ അങ്ങനെയാണേല് അവർ അങ്ങോട്ട് കേറി പുറത്തിട്ട് हम പോകണം. चार കേട്ടോ? എങ്ങനെയാ हम चार एक कमरे में അല്ല, ആ അവിടെ കേറി ഇരുന്നിട്ട് കഥ തുറക്കുക. തുറന്നിട്ട് നമ്മൾ കേൾക്ക പാടുക. ആദ്യം കമരയെ ബന്ധുഹേ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യോ? പുറത്ത് ചെയ്താൽ പൂട്ടിയേക്കാം. ശശിയുടെ ഹിന്ദി അറിയാം കേട്ടോ. ശശിയുടെ ഹിന്ദി അറിയാം. ഓ, ചുമ്മാ പറയാം. അല്ലെ പിന്നെ ഈ ഞാൻ ഈ ഒരു ലോകത്ത് ശശി ഒരു ശശിയെ അല്ലെ പിന്നെ കവിതയുടെ കാര്യം എങ്ങനെ അറിയുന്നത്? ഒരു ശശിയെ മാത്രം മർദ്ദിച്ചിട്ടില്ല അതല്ല ഈ അല്ലെ പിന്നെ ഈ കവിതയുടെ കാര്യം എങ്ങനെ അറിയാം? കവിതയുടെ കാര്യം പിന്നെ അറിയാം. ഏതാ കവിത? കമറ, കവിതയല്ലേ, കമറ. ഈ ഞാനും ഈ പ്രായം കഴിഞ്ഞല്ലേ ഈ വന്നു. ലോകം കണ്ടോണ്ടല്ലേ വരുന്നത്. ഇങ്ങനെ ഈ ലോകം എന്താ പറയാ പ്രായം എന്ത് വയസ്സ് എന്ത് പ്രായം? നമുക്ക് പെപ്പർ സ്പ്രേ അടിച്ചോ അതിന്റെ മിച്ചമുണ്ടോ? ബാക്കിയില് പാർലമെന്റിൽ കൊണ്ടുപോയി. ഏതായാലും പിന്നെ ഇച്ചിരി മനസ്സിലായില്ല. അത് നിങ്ങളുടെ വക്കീൽ ഭാഷയാ. അതെനിക്ക് മനസ്സിലായില്ല. പത്രം വായിക്കുന്നില്ല ശശിയെ മനസ്സിലാക്കുന്ന പിന്നെ പുളിയ പ്രശ്നമാണ്. അല്ല, ഈ വക്കീൽ ഭാഷ ഒന്നും എനിക്ക് അത്ര ശരിയാണ്. മനസ്സിലാക്കി കൊടുക്കും. ഒരു ടാങ്കിന് ഓർഡർ ചെയ്യാം. ടാങ്ക് വെള്ളം. ശശിയുടെ കാര്യം ചെയ്യും. അത് മനസ്സിലാക്കി തരാം. വീട്ടിൽ വിളിച്ച് പറ ഒരു വലിയ ചെമ്പ് ചെമ്പത്തെ എണ്ണം ഐസൊക്കെ ഇട്ട് ചെമ്പില്ലേ ചോറ് വെക്കുന്ന ചെമ്പ് ഐസൊക്കെ ഇട്ട് നല്ല വെള്ളം. അപ്പൊ ഒരെണ്ണം വീട്ടിൽ വാങ്ങി. ഭ്രാന്ത് പിടിച്ചു അയ്യോ ചോദിക്കത്തേ ഓട്ടം കണ്ടാലേ മനസ്സിലാവും. പറയടി നമുക്ക് ചെമ്പില്ലയോ അതെടുത്ത് അടപ്പ വെച്ച് വെള്ളം തിളപ്പിക്കാൻ പറഞ്ഞാൽ അവളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഭ്രാന്ത് അച്ഛൻ കോവിലാറ്റ കടമെടുക്കും ചെമ്പ് റെഡിയാക്കി ഐസ് ഇഷ്ടം പോലെ ഇട്ട് വെള്ളം വെച്ച് അവിടെ തണുപ്പിച്ച് എന്നെ വിളിക്കാം എന്നിട്ട് പറയുക ഈ പെപ്പർ സ്പ്രേയുടെ കാര്യം പിടി കിട്ടിയില്ല. ഒരക്ഷരം അങ്ങോട്ട് ചോദിക്കുന്നില്ല. ശശിയുടെ അങ്ങോട്ട് സംസാരിക്കാം അല്ല ചെമ്പ് റെഡിയാക്കിക്കോളൂ. അത് നിങ്ങൾ ഞാൻ നാളെ ഈ ഒരു സമയമാകുമ്പോൾ എത്തും. ഇന്ന സമയത്ത് എത്തും. അപ്പൊ മാഡം ഒരു കാര്യം ചെയ്യും. മാഡമോ എന്തെങ്കിലും ആക്കിക്കോട്ടെ. നമ്മൾ ആദ്യമേ പറഞ്ഞ സിസ്റ്റർ അവര് പത്രം വായിക്കപ്പെടും മനുഷ്യ ചുമ്മാ അവർ ഇപ്പൊ വേറെ വണ്ടി വിളിച്ചിങ്ങി വരും. ഈ വണ്ടി പോയി പത്രം വായിക്കുന്ന ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പത്രം മാത്രമേ വായിക്കാം. അതേത് പത്രം? അതേത് പത്രം? ഞാൻ ഇറങ്ങി എന്തോന്ന് ഏത് പത്രം മാതൃഭൂമി കുഴപ്പമുണ്ടോ? ഞാൻ മാറ്റാം. മാറ്റണോ? ഞാൻ മാറ്റണം. എന്നിട്ട് ഇതേ പറ്റി അത് പോട്ടെ. ആ വിഷയമെല്ലാം പോട്ടെ. ഇനി പാട്ടിന്റെ കാര്യമാണ്. അപ്പം ചന്ദനലേവ സുഗന്ധവും എന്നുള്ള പാട്ട് ചേച്ചിയാണ് പാടുക. ചന്ദ്രലേഖ സുഗന്ധം എനിക്ക് ഈ അങ്ങനെ മൊത്തം പാടിയാനും പറ്റത്തില്ല മനുഷ്യനത് പാടും. അത് കേട്ടിട്ടാണ് പാടിയാൽ മതി. അല്ല ഞാൻ അതിനകത്തില് എന്തെങ്കിലും ടെമ്പോയോ താളമോ ടെമ്പോ അല്ല അപ്പൊ അത് ശരി. അത് ഞാൻ പഠിച്ചു. അപ്പൊ ശശിയാണ് ഈ ശരത്തിന്റെ പേര് ശരത്ത് ശരത്തായില്ലേ? എം ജി ശ്രീകുമാർ. സുമോ ചെമ്പോ അല്ല സുമോ സുമോ അല്ലെങ്കിൽ പിന്നെ സ്കോർപിയോ കേട്ടോണ്ടിരിക്കുമല്ലോ. എനിക്ക് വേറെ പണിയൊന്നുമില്ല. വണ്ടി ഓടിക്കുക ഈ പാട്ട് കേൾക്കുക എന്നുള്ള വയലാർ ഒരുപാട് 5000 പാട്ട് എൻ്റെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോ FM ഇട്ട് ഇങ്ങനെ റേഡിയോ കേട്ട് വന്നെങ്കിൽ എൻ്റെ ഇരിപ്പുണ്ട്. അപ്പൊ അത് കേട്ട് 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 നമ്മളിങ്ങനെ അറിയാം. വയലാറിന്റെ കവിതകളെല്ലാം ഉണ്ട്. വയലാർ കവിത പാട്ടുകളുണ്ട്. പെരിയാറെ പെരിയാറെ പർവ്വത നിരയുടെ പെരിയാറെ
പെരിയാറി പർവ്വത നിരയുടെ പനിനീരി പണ്ടത്തെ പാട്ടുകളും അതല്ലേ പ്രകൃതിയും സൗന്ദര്യവും സ്ത്രീകളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇന്നത്തെ പാട്ടിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? എന്തുവായി കേൾക്കുന്നത്? കുഞ്ഞലകൾ പാട്ടിന്റെ വരികളിൽ നമ്മൾ നാഴകടന്ന് നിന്ന് കുഞ്ഞലൊരുങ്ങുകയാണല്ലോ കുഞ്ഞലകൾ ചൊറിഞ്ഞുടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ കടലിൽ നീ ചെല്ലണം മലയത്തോടി ചെല്ലണം കാമുകനെ കാണണം കല്യാണം അറിയിക്കണം. കല്യാണം അറിയിക്കണം പെരിയാറ് പാടാ പെരിയാറ് പർവ്വത നിരയുടെ നമ്മളാ പാട്ടിന്റെ അർത്ഥങ്ങളിലൂടെ അർത്ഥം നമ്മുടെ ആ കേരളത്തിന്റെ എനിക്ക് ശശി 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 ആ വാക്കിനൊരു അർത്ഥം പറയാം ശശി നീ വെറും ശശി അവിടെ അപ്പഴാണ് എന്നെ വിമർശിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഊർത്തരുത്. പത്രപ്രവർത്തനം. പക്ഷെ വേറെ വയനാടിന്റെ കവിതകളുടെ ഈ വയനാടിന്റെ ആത്മാവിൽ ചെയ്തെന്നുള്ള കവിത വായിച്ചിട്ടുണ്ടോ? അങ്ങനെ വായിക്കാൻ അറിയത്തില്ല. കേട്ടിങ്ങനെ വായനയുടെ കവിതയാണ്. എനിക്ക് മൊത്തം അറിയത്തില്ല, കുറച്ച് പറയാം. അതുകൊണ്ട് ഞാൻ വായിച്ചില്ല, വായിച്ചാരണ്ട് പറഞ്ഞേ. ആത്മാവിൽ ചെയ്താ അച്ഛനെ ഉറങ്ങി കിടക്കുന്നു അച്ഛനും അന്നവർ വന്നവർ നാല് കെട്ടിട്ട് നിശബ്ദമായിരുന്നു. ഹൃദയം നുറങ്ങുന്ന ഒരു കവിതയാണ്. കവിതയാണ്. ഹൃദയം അച്ഛനുറങ്ങി കിടക്കുന്നു നിശ്ചലം. മോനെ അതങ്ങനെ ചിരിച്ചോണ്ട് പാടുന്നൊരു പാട്ടല്ല കേട്ടോ. നിന്റെ ആ മുഖത്തിൽ ആ പാട്ട് ശരിയാ. ഓ അത് സിനിമക്കകത്ത് തമാശക്കകത്തുള്ള അച്ഛൻ മരിച്ചു കിടക്കുക. ആളുകൾ വരുന്നു, മാവ് പൊട്ടുന്നു, ശവം അടങ്ങുന്നു. അപ്പോഴും ആ കുഞ്ഞ് അയാളുടെ മകൻ കളിപ്പാട്ടം തെറ്റാണ്. അച്ഛൻ ഇന്നലെ മാറ്റിടുന്ന കളിപ്പാട്ടം. കൊച്ചിക്ക് പോയതാണ് അച്ഛൻ. ആലപ്പുഴയ്ക്ക് അറിയാത്തെങ്കിൽ അറിയത്തില്ലോ പൂർണ്ണമായി അറിയത്തില്ലോ. കേട്ടോ, ഈ യുവതലമുറകളൊക്കെ ഈ ഗാനങ്ങളൊന്നും മനസ്സിലാകും. നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു അച്ഛൻ ഉറങ്ങി കിടക്കുന്നു വെച്ചാൽ രാവിലെ തൊപ്പിയും വെച്ചുകൊണ്ട് അച്ഛൻ്റെ വെമ്പിയിലും എല്ലാം തുറന്ന് ഞാൻ കണ്ടീനി. അപ്പോഴും മാധവൻ എന്നെ പിടിച്ചിട്ട് ഈ സത്യം പറയായിരിക്കും വിഷമിക്കാതെ അവസരം കരിയാണോ അത് മൊത്തമല്ല. ജോസഫ് ഒരു ഓർമ്മതൻ ക്രൂരമാംസം അത് ഇന്ന് ജോസഫ് ഒരു ഓർമ്മതൻ ക്രൂരമാംസഭൂതം ശാസനാളം കേറും അന്തരങ്ങളിൽ എല്ലാവരുടെയും മനസ്സിൽ പ്രകടിപ്പിക്കാറുണ്ട്. ഒരു സഭാകമ്പമുണ്ട്. അത് തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. സീതാദുഃഖമുള്ളിൽ കളഞ്ഞ് ഇമകളിൽ ഉറക്കം കടിച്ച് ഇനി മനസ്സിൽ കവിതയില്ല, മണമില്ല, മധുവില്ല, മധുരമില്ല. ഇനി മനസ്സിൽ കിടാക്കളും പൂക്കളും
മഴയും പ്രഭാതവും പിന്നെ കക്കാടത്തെ ഇനിയും മനസ്സിൽ എന്തുള്ളതെന്നോ കനിവിന്റെ 4-5 തുള്ളി മാത്രം. കനിവിന്റെ 4-5 തുള്ളി മാത്രം. ആരാ പാടി? ആരാ പാടി? പഞ്ചാബിലെ പാടി സുഗതവും ഇനി മനസ്സിൽ കവിതയില്ല, മണമില്ല, മധുവില്ല, മധുരമില്ല. ഇനി മനസ്സിൽ കിനാക്കളും പൂക്കളും മഴയും പ്രഭാതവും ബാക്കിയില്ല. ഇനി മനസ്സിൽ എന്തുള്ളതെന്നോ കനിവിന്റെ 4-5 തുള്ളി മാത്രം. കനിവിന്റെ 4-5 തുള്ളി. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അവര് യഥാർത്ഥ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കവിയത്രി. കവയത്രിയില്ല, കവി എന്നാണ് പറയുന്നത്. കവയത്രി എന്ന് പറഞ്ഞാൽ കവിക്ക് ലിംഗഭേദമില്ല. അതിനെ വരും പോകും വലിയ സഖി. ഞാൻ ഈ ജനത്തെ ഇനിയും കൂടുതലൊന്നും കേൾക്കണ്ട. ഏറ്റവും നല്ല കവിത ഏതെന്ന് ഞാനപ്പാ. അത് 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 ഒന്ന് കേൾക്കാം. അത് കവിതയാണ്. അതെന്ന് പറഞ്ഞ ഒരു ജാനപ്പാനെന്ന് പറഞ്ഞ ഒരു വിദ്യമല്ല, കവിതയാണോ? അടിക്ക് ഞാൻ. ഈ ജാനപ്പാനെന്ന് പറഞ്ഞ ഒരു കവിതയെന്നോ ഒരു പദ്യം നമുക്ക് പറയാനുണ്ടല്ലോ. അത് ഈ പിന്നെ ഭഗവത്ഗീതയുടെ ഒരു തർജ്ജിമയാണ്. ഭഗവത്ഗീതയുടെ ഒരു വീക്ഷണം മാത്രം. പിന്നെ നമുക്ക് കുറച്ച് നേരം ഞാൻ പറയാം. കേൾക്കുന്നത് ബുദ്ധിമുട്ടുകൾ കൊടുക്കുമ്പോൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഈ വെള്ളം തന്നെയാണ് താഴോട്ട്. ക്യാമറ വരുമ്പോഴേ ഉണ്ണി റെഡിയാ. ശാന്തി തിരിയുന്നു തുടങ്ങി. ശാന്തി പിന്നെ പല്ല് വായ തുറക്കുന്നു.